ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ച, ഇടവം 22, ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനം നിലയില്ലാ കയത്തിലെന്ന് ധവളപത്രം. കടം കഥ. 5.07 ലക്ഷം കോടി കടം, വരുമാനത്തിൻ്റെ 35.5%. ഉടൻ വേണം 21,690 കോടി. കാലവർഷം എത്തി, 10 വരെ കനത്ത മഴ. നവജാത ശിശുക്കൾ ആശുപത്രി വിടുമ്പോൾ തൈ സമ്മാനം. കൺമണി വളരട്ടെ, ഒപ്പം തണൽ മരവും. കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടിമുകൾ സ്വദേശിയുടെ കാലൊടിഞ്ഞു. ബംഗാളിൽ ഭാര്യയെ കൊലപ്പെടുത്തി മുങ്ങിയ പ്രതി പെരുമ്പാവൂരിൽ പിടിയിൽ. ജില്ലയ്ക്ക് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി പുരസ്കാരം. നഗരവിദ്യാവനത്തിന് പുറമെ ഓരോ ജില്ലയിലും ചെറുവനങ്ങൾ ഉണ്ടാക്കാൻ വനം വകുപ്പ്. വിദ്യാലയങ്ങളിൽ വനസംരക്ഷണ ക്ലബ്ബുകൾ പുനരുജ്ജീവനത്തിലേക്ക്. ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ വീണ്ടും പ്രതിസന്ധിയിൽ. ആശങ്കയോടെ പ്രവാസ ലോകം. വിസ കാലാവധി തീരുമെന്ന ആശങ്കയിൽ നൂറുകണക്കിന് മലയാളികൾ. നഗരത്തെ കുരുക്കി പാലാരിവട്ടത്തെ മെട്രോ നിർമ്മാണം. മാതൃഭൂമി സീഡ് 18ാം വർഷത്തിലേക്ക്. +1 പ്രവേശനം. സംസ്ഥാനത്ത് 4,44,124 അപേക്ഷകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ 18,644 അപേക്ഷ കുറഞ്ഞു. വൈശാഖോത്സവം, തിരുവോണം ആരാധന ഇന്ന്. പിറന്നാൾ മധുരത്തിൽ വയലാർ രവി. ഗതാഗതം നിരോധിച്ചു. വല്ലം റയോൺപുരം റോഡിൽ വല്ലം ഫെറോന പള്ളി കപ്പേളയ്ക്ക് സമീപം ടൈൽ വിരിക്കുന്നതിനാൽ 6-ാം തീയതി മുതൽ ഇതുവഴി ഗതാഗതം നിരോധിച്ചു. ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സിയുടെ 6ാം ലോകകപ്പാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് മത്സ്യബന്ധനവും മാറണം. ടയർ കയറ്റുമതിയിൽ റെക്കോർഡ്. 85% എഥനോൾ ഇന്ധനമായി വരുന്നു. ഈ വർഷം 5000 പമ്പുകൾ സജ്ജമാക്കും. മുടക്കിയവർ തന്നെ വിപണി കൊയ്യുന്നു. ഇന്ത്യയുടെ LPG ഇറക്കുമതിയിൽ പ്രധാനികളായി US-ഉം ഇറാനും. പച്ചയായ ലോകകപ്പ്. പുതിയ നിർമ്മാണം പരമാവധി കുറച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും ഫിഫയുടെ പരിസ്ഥിതി സൗഹൃദ ഇടപെടൽ.